ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറിങ്ങും നമ്മൾ ആർക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും തീർച്ചയായിട്ടും നമുക്കത് തിരിച്ച് കിട്ടാറില്ല എന്നുള്ളതാണ്. നമ്മൾ പതിന്മടങ്ങായിട്ടൊരു വിഡ്ഢിയെ പോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഫാമിലിയിൽ 2 പെൺകുട്ടികളാണെങ്കിൽ ആ അമ്മയും അച്ഛനും അവർക്ക് ഒരുപാട് കെയർ കൊടുക്കുകയാണ്, ഒരുപാട് പ്രൊട്ടക്ഷൻ സ്നേഹം കൊടുക്കുകയാണ്. അവരെ കോളേജിൽ അയക്കാനായിട്ട് കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരെ ഡ്രസ്സിങ്ങിൽ സഹായിക്കുന്നു, നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, പഠിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. നമ്മളങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ വിചാരം ഇത് എനിക്ക് അവകാശപ്പെട്ടതാണ്, എന്നെ അമ്മ കെയർ ചെയ്യേണ്ടതാണ്, എൻ്റെ പാരൻസ് എന്നെ കെയർ ചെയ്യേണ്ടതാണ്, ഇതെൻ്റെ അവകാശമാണെന്ന് അവർ ചിന്തിക്കുകയാണ്. മറിച്ച് നമ്മൾക്കൊരു അസുഖം വന്നാൽ അവരോട് പറയുകയാണ് ഇന്ന് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഒന്ന് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് എനിക്ക് ഒട്ടും നേരമില്ല, പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, കോളേജിൽ നിന്ന് എനിക്ക് തിരക്കാണ്, എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് മീറ്റ് ചെയ്യാറുണ്ട്, ഇന്ന് ഒട്ടും പറ്റില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സ്നേഹവും കെയറിങ്ങും അവരിൽ നിന്ന് നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് വേറെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരാളെ ഫിനാൻഷ്യലായിട്ട് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അയാൾക്ക് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ വിചാരം നമ്മളുടെ കയ്യിൽ ഒരുപാട് ധനമുണ്ട് എന്നുള്ളതാണ്, നമ്മുടെ കയ്യിൽ ധനത്തിൻ്റെ ഒരു സ്റ്റോക്ക് തന്നെയുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇയാൾ അത് കൂടുതൽ കിട്ടാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പണം ഒരു പകുതി ഏകദേശം തീരാറാകുന്ന സമയത്താണ് നമുക്കൊരു ബോധോദയം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ അയാൾ അവിടെ അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ആവശ്യമില്ല എങ്കിൽ പോലും അയാൾ ആ ധനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും ഒരു അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, പലർക്കും അഡ്വൈസ് കൊടുക്കുകയാണ് എങ്കിൽ നമ്മൾക്കൊരു അഡ്വൈസിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാലോ അഡ്വൈസ് കൊടുക്കുന്ന ആളുകൾക്ക് പല സാഹചര്യങ്ങളിലും അവർക്കും അഡ്വൈസിൻ്റെ ആവശ്യം തിരിച്ചും വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഈക്വൽ ഗിവൻ ടേക്കിനാണ് എന്നുള്ളതാണ്. അതായത് തുല്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടക്കണമെന്നാണ്. അതായത് നമ്മൾ കൂടുതൽ കെയർ, കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ആരോട് കാണിക്കുന്നു ആ ആളുകളായിരിക്കും തീർച്ചയായിട്ടും നമ്മളെ തകർത്ത് കളയുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഫാമിലിയിൽ ഒരു കുട്ടിക്ക് നമ്മളിപ്പോൾ ഇഷ്ടംപോലെ ഹെൽപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഒരു എബിലിറ്റി ഇല്ലാത്തവനായി മാറുന്നതായിട്ട് കാണാം. അവൻ്റെ ഒരു കാര്യങ്ങൾ സ്വയം ചെയ്യാനായിട്ട് അവന് കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഠിത്ത കാര്യങ്ങളിലും അവൻ വളരെയധികം പുറകോട്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിനുള്ളിൽ കുറച്ച് സഹായം ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന് നമ്മൾ ഒരുപാട് ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവൻ കൂടുതൽ സഹായം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുകയും സെൽഫായിട്ട് അവൻ ഒന്നും ചെയ്യാതിരിക്കുകയും അവൻ്റെ തന്നെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടായ കാര്യത്തിലേക്ക് പോവുകയും അവൻ നമ്മളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും കെയറും പ്രൊട്ടക്ഷൻ, സ്നേഹം ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ ഈ കെയറും പ്രൊട്ടക്ഷൻ അവർക്ക് ഉപകാരം എന്ന രീതിയിലേക്കാൾ കൂടുതലായിട്ട് അതവരെ നശിപ്പിക്കും എന്നുള്ളതാണ്.